ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആൻഡ് കറൻറ്റ് എനർജീസാണ്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഈ അടുത്തായിട്ട് പലരും പറഞ്ഞാണ് തേർഡ് പാർട്ടി റീഡിങ് കുറച്ച് നാളുകളായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇതിനകത്ത് ആ ഒരു ഏഞ്ചൽസ് കാർഡ്സ് നമുക്ക് കാണാം. അത് നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജസ് ആണ്. അത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജീസ് എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും അവരോട് കൂടുതലായിട്ടും ഉള്ളത് ആ ഒരു പാഷനേറ്റ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് അതൊരു തരം സ്പാർക്കാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് പെട്ടെന്ന് വന്ന് വീഴുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു പാഷനേറ്റ് എനർജി മാത്രം പോരാ. നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു കപ്സിൻ്റെ എനർജി, ആ ഒരു സ്നേഹം, കെയർ, ഇങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതിനകത്ത് പാഷൻ, ട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അതൊരു നല്ല റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം, ഒരു മുൻതൂക്കം നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു തരത്തിലുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ആ ഒരു ബൂമിംഗ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. ഇത് ഇന്നലെ വന്നതോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാലദൈർഘ്യമുള്ളതായിരിക്കാം. വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുൻപായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇൻവോൾവ് ആയിട്ടും കുറച്ച് നാളായിട്ടുണ്ടാവാം. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ അവരുടെ കണക്ഷൻ എന്ന് പറയുന്നത് കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു കണക്ഷനായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി ഇപ്പോഴും തേർഡ് പാർട്ടി എനർജിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റിനകത്ത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അതിൽ നിന്ന് ആൾക്ക് പുറത്ത് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം, സ്റ്റിൽ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി എനർജിയിൽ ഇൻവോൾവ് ആയിട്ട് പോലും അവർ പലപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ മിസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിട്ട് നിങ്ങളിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടാവണമെന്നില്ല. കാരണം അങ്ങനെ വന്നിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി അല്ല നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ലെസ് കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളോട് കാര്യമായിട്ട് പ്രതികരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ തന്നെയായിരിക്കാം ചിലപ്പോൾ ഇതിനകത്ത് മുൻകൈ എടുക്കുന്നത്, ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി എനർജിയെ വിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് വന്നതായിട്ട് നമുക്കിവിടെ കാണുന്നില്ല. സ്റ്റിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ആളുള്ളത്. പക്ഷേ എന്നിട്ട് പോലും നമ്മളിവിടെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. നിങ്ങളുടെ മെമ്മറീസ് ആൾക്ക് കയറി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു മിസ്സിങ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും ആൾക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരോടൊന്ന് കോൺടാക്റ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ വെക്കാനോ നമ്മൾ മാനസികമായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു പേഴ്സൺ അതിനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. ഇനി അഥവാ ഇവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വിജയത്തിലെത്താനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് ഭൂരിഭാഗം വ്യക്തികൾക്കും അത് മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. കാരണം ചില തേർഡ് പാർട്ടി റീഡിങ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാറുണ്ട്, ഇത് മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഫാമിലി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലവരുടെ കേസസിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോ അവരുടെ ഒരു കരിയറോ പോലും കയറി വന്നേക്കാം. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റേതോ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് തന്നെയാണ്.
ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു എക്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന ശേഷം അവരുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ബന്ധത്തിനകത്ത് ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമാജിനറി ലൈൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷനിൽ എന്തോ ഒരു ഇമാജിനറി ബോണ്ട് ഇവർ തമ്മിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയും ഇവരുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടിക്ക് ഇവരെ ഹോൾഡ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ പിടിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ളത് ഒരു ട്രൂ ലവ് എന്നോ അല്ലെങ്കിൽ അത്രയും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഓർ ഫീലിംഗ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളത്. അവരോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് തിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു എനർജിയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല. നോർമലി ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ളൊരു താല്പര്യം ഒരാളോട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പെട്ടെന്നുള്ളൊരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ക്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പെട്ടെന്നുള്ള ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കില്ല. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ആ ഒരു ആവേശവും കാര്യങ്ങളെല്ലാം കെട്ടടങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ളൊരു എനർജി ആയിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് ഒരു ചോയ്സ് എടുത്ത വ്യക്തിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും ആളുടെ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നെങ്കിൽ ആൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ചൂസ് ചെയ്തത്. പക്ഷേ നമ്മളിവിടെ ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയെ അമിതമായിട്ടുള്ളൊരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് കൊണ്ടോ ചൂസ് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു പെട്ടെന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു മാറ്റമാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് അവരോട്. അപ്പോൾ അതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ടും ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയോടൊപ്പം തന്നെ കുറച്ചധികം നാളുകളായിട്ട് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഒരു ബ്ലാക്ക് മാജിക് എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ഇവരുടെ ആരാണെന്നുണ്ടെങ്കിലും ഇവരുടെ റിലേഷൻഷിപ്പിൽ ആരായിട്ടാണ് ഈ ഒരു പേഴ്സൺ വരുന്നതെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ഹോൾഡ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ട്രൂ ലവോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമല്ല. നമ്മൾ നോർമലി ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ആ ഒരു ലവ് ഫാക്ടറാണ് കൂടുതലായിട്ടും കാണുന്നത്, അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടോ ഒക്കെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതായത് എന്തൊക്കെയോ ഒരു പർപ്പസ് ഉണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ അവരോടൊപ്പം നിർത്തണം. അങ്ങനെ അവർ അത്രയും ഒരു നമ്മളൊരു എന്താ പറയുന്ന ഒരു ശാഠ്യം പോലെ അല്ലെങ്കിൽ ഒരു വാശി പോലെയുള്ള ഒരു രീതിയിൽ അവരത് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ അവർക്ക് അത്രത്തോളം ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് റിലേഷൻഷിപ്പ് എങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ധരിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതൊരു ട്രൂ ലവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേഴ്സണെ അത്രത്തോളം താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ശക്തമായിട്ടുള്ളൊരു സിറ്റുവേഷനകത്ത് ആൾ പെട്ടിട്ടും ആൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. കാരണം ഇതിനകത്തൊരു ട്രാപ്പ് എന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ട്രാപ്ഡ് സിറ്റുവേഷനകത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സ്വയമേ ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല ഞാനൊരു ട്രാപ്പിനകത്താണെന്ന് ആൾക്ക് ചിലപ്പോൾ അറിയണമെന്ന് പോലും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല എന്ന് ആൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളൊരു ട്രാപ്പ് സിറ്റുവേഷനകത്താണ് പെട്ടിരിക്കുന്നത് എന്ന് ആദ്യമേ അവനവന് തന്നെ ഒരു ബോധം ഉണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെ ട്രാപ്ഡ് സിറ്റുവേഷനകത്താണ് ഞാനുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിൽ പോലും പല കാര്യങ്ങളും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അത്രത്തോളം താല്പര്യമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു എക്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആ ഒരു രീതിയിലായിരിക്കും സംസാരിച്ചിട്ടുള്ളത്. വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പേഴ്സണായിരിക്കാം പെട്ടെന്ന് മാറി
നമ്മൾ പ്ലേറ്റ് മാറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടിയുടെ സൈഡിലേക്ക് പോയിട്ടുണ്ടാവുന്നത്. അതായത് അത്രയും നാൾ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ ഒന്നും ആയിരിക്കണം എന്നില്ല പിന്നീട് അവർ പെരുമാറിയിട്ടുണ്ടാവുക. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ബ്ലാക്ക് മാജിക് പോലുള്ളൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണിൽ പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ആൾക്കെന്തോ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിട്ട് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഈഗോ കയറിയിട്ട് കാണിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ചില കാര്യങ്ങളെല്ലാം ഈ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ളൊരു കാര്യങ്ങളുടെ ഒരു എഫക്റ്റായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും ആളുടെ ഒരു ബിഹേവിയർ പാറ്റേണിൽ നിന്നും അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. അതായത് അത്രയും നാളില്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ചേഞ്ച്. എന്താണോ ഈ ഒരു പേഴ്സൺ അത്രയും നാൾ നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെച്ചിട്ടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ട് മറ്റേതെങ്കിലും രീതിയിൽ പെരുമാറാം. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് വളരെ സിങ്കായിട്ട് യോജിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളും അഡ്വൈസസും ഒക്കെ കേട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ അതിനൊന്നും താല്പര്യമില്ലാതെ ആവുക, അല്ലെങ്കിൽ ഒരു കാരണമില്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഒരു ശത്രുത തോന്നുക. ചിലപ്പോൾ അത്രയും സ്നേഹത്തോടെ ഇരുന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, എന്നാൽ പോലും നിങ്ങളോടൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ആൾക്കൊരു ദേഷ്യം തോന്നുന്നൊരവസ്ഥ. നമ്മൾ തന്നെ വിചാരിക്കും ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നു എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ളൊരു അസുഖമാണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ലെങ്കിൽ പോലും എപ്പോഴും അവർക്ക് തന്നെ സ്വയം രോഗിയാണോ എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തലവേദന വന്നുകൊണ്ടിരിക്കുക, ഒരു തളർച്ച ഉണ്ടാവുക, ഒന്നും ചെയ്യാനായിട്ടൊരു മൂഡ് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, മെൻ്റൽ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ ആകെ നട്ടം തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സ്വതവേ ആ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കുന്നുണ്ടാവാം എന്ത് പറ്റിപ്പോയി എനിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലക്ക് ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ആളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോടാണ് അവർക്ക് അത്രയും നാൾ താല്പര്യമില്ലാതിരുന്നത് അല്ലെങ്കിൽ വലിയ കൺസേൺ ഒന്നും ചെയ്ത് കൊണ്ട് നടക്കാതിരുന്നത് ആ വ്യക്തികളൊക്കെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരായിട്ട് മാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം മാറി മറിയുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജി. ഇപ്പം നിങ്ങളോട് അധികം കള്ളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറയാതെ വളരെ ഹോണസ്റ്റായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ക്യാരക്ടറേ മാറിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പേഴ്സൺ എന്ത് പറ്റി, അല്ലെങ്കിൽ എന്നോട് ഇതുവരെ ഒരു കള്ളമോ അല്ലെങ്കിൽ ഒരു ചതിയോ ഒന്നും റിലേഷൻഷിപ്പിനകത്ത് കാണിക്കാത്തൊരു പേഴ്സൺ ആണല്ലോ, എന്നിട്ട് എന്ത് പറ്റി ഈ ഒരു വ്യക്തിക്കെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വാക്ക് മാറ്റി പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ പറയാൻ തുടങ്ങുക, ഈ പറഞ്ഞ കാര്യമെല്ലാം അതുവരെ ചെയ്യാതിരുന്നൊരു വ്യക്തി പുതിയതായിട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഓൾറെഡി ഒരുപാട് കള്ളങ്ങൾ മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട് വാ തുറന്നാൽ കള്ളേ പറയുള്ളൂ എന്ന് പറയുന്ന പോലെ. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും അത്രയും ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കാത്ത പേഴ്സൺസ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല, അതുവരെ നല്ല രീതിയിൽ എന്താ പറയുന്നത് രണ്ടുപേരും നല്ലൊരു എനർജിയിൽ മുന്നോട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു വ്യക്തിക്ക് വരുന്ന ഡീവിയേഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് പല കാര്യങ്ങളും മുൻകൂട്ടി കാണുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു സ്വഭാവ രീതി, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ചിലർ വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നവരാണ്, വളരെ ക്രൂക്കഡായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അതുപോലെയുള്ളൊരു എനർജിയാണ് നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ആ ഒരു ഈവിൾ എനർജിയുടെ സാന്നിധ്യമുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർ ആ ഒരു തേർഡ് പാർട്ടിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കാത്തത് അങ്ങനെയുള്ള ഒരു എനർജി കൊണ്ടാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു കാർഡ്സിൻ്റെ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സ് മാജിക് പോലെയുള്ള ഒരു കാര്യങ്ങളിലായിരിക്കാം വേണമെങ്കിൽ ഈ ഒരു പേഴ്സണെ അവർ കുരുക്കിയിട്ടിരിക്കുന്നത്. അതായത് സെക്സ് മാജിക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഫർമേഷൻസ് ചെയ്യുന്നു, സ്പെൽസ് ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും, അതായത് ഈ പറയുന്നത് പോലെ ഒരു പേഴ്സണെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക,
അതായത് നമ്മളുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ എന്ന് പറയാം, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ നമ്മളിൽ തന്നെ അവരെ തളച്ചിടുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് എനർജി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് കുരുക്കിയിടുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് എത്രത്തോളം ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഓരോ പ്രാവശ്യം വീണ്ടും ഇതിലേക്ക് തന്നെ റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു എനർജി. അല്ലാന്നുണ്ടെങ്കിൽ അവർ മാനസികപരമായിട്ട് ഇപ്പം ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും ഈ ഒരു വ്യക്തി പലപ്പോഴും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ടെങ്കിലും അതിൽ നിന്നൊന്ന് പുറത്തേക്ക് കടക്കണം എന്നുള്ള ഒരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ബേർഡൻ ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കറങ്ങിത്തിരിഞ്ഞ് അതിനകത്തേക്ക് തന്നെ എത്തിപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൂപ്പിനകത്ത് പെട്ടതുപോലെ തന്നെ വീണ്ടും അതിനകത്ത് തന്നെ ചെന്ന് ചേരുക എന്നുള്ളതാണ്. കാരണം ആൾക്കൊരു ക്ലാരിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയോ കിട്ടാത്തൊരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു നഷ്ടബോധം കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഒരാൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടബോധത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് ഉണ്ട്. എന്നിട്ടും ഇതിനകത്ത് ഒരു റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആൾക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നുമില്ല. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒപ്പം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്വീകരിക്കുകയുമില്ല. ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് ഒരു ഡിമാൻഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാനസികമായിട്ട് താല്പര്യം ഉണ്ടായിട്ട് പോലും ആ ഒരു വ്യക്തിക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വഴിയായിരിക്കും, അങ്ങനെയുള്ള ഒരു കണക്ഷൻ വഴിയായിട്ട്, ശാരീരിക ബന്ധമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വഴിയായിരിക്കാം തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു എനർജി കൂടുതലായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും ഒരിക്കലും പുറത്ത് കിടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള തോന്നലിലാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിനകത്ത് അത്രയും താല്പര്യമുള്ളത് കൊണ്ടായിരിക്കും അതിനകത്ത് നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന ഈ സെക്സ് മാജിക് പോലെയുള്ള കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു പേഴ്സണെ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണെ നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലവർ ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ തളച്ചിടുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സണെ അവരിലേക്ക് ആക്കിയെടുക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ഒരു പേഴ്സണുമായിട്ട് ഒരു മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുകയും ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനകത്താണ് ഇവർ ഇതുപോലെയുള്ള ആ ഒരു സ്പെൽസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ കൂടുതൽ അതിനകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഇത് ചിലപ്പോൾ ഈ ഒരു പാർട്ട്ണർ അറിയണമെന്ന് പോലും ഇല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു മുക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരതിൽ നിന്ന് പതിയെ ഊരി പോരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴേ അത് നടക്കുകയുള്ളൂ. അത് മാത്രമല്ല ഇവർ തമ്മിൽ എപ്പോഴും കാണാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒരുമിച്ച് താമസിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോരാനായിട്ട് സാധിക്കില്ല. അതേസമയം അവർ ലോങ് ഡിസ്റ്റൻസ് ആണ്, വല്ലപ്പോഴൊക്കെ കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത്രയധികം അതിനകത്ത് അവർക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയപരിധിയുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ആഫ്റ്റർ ഓൾ ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഡിവൈൻ എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് എനർജി വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന സംഭവം വരുമ്പോഴത്തേക്കും കഴിഞ്ഞു പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈവിൾ എനർജിയിലോ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിന്ന് കാണുന്നത്. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ പോലും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളോട് സ്നേഹമുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടിറങ്ങി വരാനായിട്ട് വയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ആ ഒരു പേഴ്സൺ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഉണ്ടാവാനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽസ് മെസ്സേജസ് നമുക്ക് അവസാനം തന്നെ പറയാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വെയിറ്റ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് കുറച്ച് കാലതാമസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കാണാം ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിലും അത് കുറച്ചും കൂടി മെച്ചപ്പെടും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരും എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ചേഞ്ച് ഇതിനകത്തുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കാണാം ഇഫ് യു ബിലീവ് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തിന് ഇവിടെ അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്.
നമ്മളൊരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജിക്കകത്ത് ആൾ പെട്ടുപോയിരിക്കുന്നതാണ്, അവരുടെ മനസ്സോടെ അല്ലാന്നുണ്ടെങ്കിൽ പോലും അവരതിനകത്ത് പെട്ടുപോയിരിക്കുന്നതാണ്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസയറിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ ചില വ്യക്തികളുണ്ട്, ഒന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല, അവർ അവിടെ തന്നെ അങ്ങനെ പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചിന്തകളാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് പറയുന്നത്. ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.